ഇന്ന് നമുക്ക് അമ്മയുടെ ഒരു സ്പെഷ്യൽ മീൻ കറി റെസിപ്പി നോക്കാവേ. കേര മീനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനൊരു 5 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ 1 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി, ഇത്രയും കൂടി ചേർക്കാവേ. എന്നിട്ട് ഇതാ ഒരു ഇത്തിരി കായപ്പൊടിയും കൂടെ ചേർത്ത് വെക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ എടുത്ത് മാറ്റി വെക്കാം. പൊടികളായിട്ട് നമ്മൾ ഇത്ര എടുക്കുന്നുള്ളൂ, മല്ലിപ്പൊടി ചേർക്കുന്നില്ല. ഇനി ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടുമ്പോഴേക്കും അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കണം. ഉലുവയും കൂടെ പൊട്ടിക്കഴിയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് വഴറ്റുമ്പോൾ ഒപ്പം തന്നെ നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് വഴറ്റാം. അതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. 1 കിലോ മീനായിരുന്നു വാങ്ങിച്ചത്. അതിൽ കുറച്ച് വറുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതാണ് കറി. ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് കുടംപുളി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ, അതും കൂടെ ഒഴിച്ചു കൊടുക്കാവേ. അതൊന്ന് തിളയ്ക്കുമ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ എല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കാം. പിന്നെ നമ്മൾ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് എത്രയാണോ ചാറ് ആവശ്യമുള്ളത് അതിനനുസരിച്ച് അല്ലെങ്കിൽ മീനിനനുസരിച്ചുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ ചട്ടിയിൽ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി ഈ അരപ്പെല്ലാം മീനിലേക്ക് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം അടച്ചു വെച്ചിട്ട് വേവിക്കാം. മുളകിട്ട മീൻകറിയെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് ഇന്ന് വെച്ചാൽ നാളെ കൂട്ടാനായിരിക്കും നല്ലത്. അതിലെ ഉപ്പും പുളിയും എരിവും എല്ലാം കൂടെ പിടിച്ചിരിക്കുമ്പോൾ അതായിരിക്കും രസം. പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അത് തണുത്ത് വന്നപ്പോൾ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറിന്റെ കൂടെ വിളമ്പി കഴിക്കാം.